അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 7 ദുറൂസുൽ അഖായിദ് വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 7 ദുറൂസുൽ അഖായിദ് എല്ലാ പാഠങ്ങളുടെയും തദ്രീബാത്ത് ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ആ പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 7 ദുറൂസുൽ അഖായിദ് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. യാത്രാസമയം കുറച്ചു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഭ്യർത്ഥിച്ചു. ഓപ്ഷൻസ് റബീഅ റളിയല്ലാഹു അൻഹു, സഅദ് റളിയല്ലാഹു അൻഹു, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. ചരിത്രം ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുബ്ബ കഴുകിയ വെള്ളം രോഗശമനത്തിന് നൽകിയിരുന്നു. ആര്? ഓപ്ഷൻസ് അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഖദീജ റളിയല്ലാഹു അൻഹ. ചരിത്രം അസ്മാ റളിയല്ലാഹു അൻഹ. 3. അന്ത്യനാളിൻ്റെ ചെറിയ അടയാളം. ഓപ്ഷൻസ് സൂര്യൻ പടിഞ്ഞാറുദിക്കൽ, ദാബത്തുൽ അർള്, കൊലപാതകം അധികരിക്കുക. ചരിത്രം കൊലപാതകം അധികരിക്കുക. 4. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഭൂമിയിൽ ഭരണം നടത്തും. ഓപ്ഷൻസ് 7 വർഷം, 1000 വർഷം, 70 വർഷം. ചരിത്രം 7 വർഷം. 5. ദിക്ർ ചൊല്ലുമ്പോൾ കാൽ മുറിക്കാൻ നിർദ്ദേശിച്ച മഹാൻ. ഓപ്ഷൻസ് ഉഖ്ബത്ത് ബിൻ ആമിർ ജുഹ്നി റളിയല്ലാഹു അൻഹു, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. ചരിത്രം ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. 6. പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകും. ഓപ്ഷൻസ് ഉറക്കം, വഹിയ്, രോഗം. ചരിത്രം രോഗം. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. തിരുക്കേശങ്ങൾ വിതരണം ചെയ്തു. 8. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് എതിർ പ്രവർത്തിക്കൽ. 9. അള്ളാഹു തആലക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ. 10. ആന്തരികമായ ഖൈറാണ്. 11. ഭൂമിയിൽ കൊള്ളയും കൊലയും നടത്തും. ഇപ്പുറത്ത് നോക്കൂ. എ ഷിർക്ക്, ബി ബർക്കത്ത്, സി യൗജൂജ് മൗജൂജ്, ഡി ഹറാം, ഇ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. തിരുക്കേശങ്ങൾ വിതരണം ചെയ്തു. ചരിത്രം ഇ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. 8. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് എതിര് പ്രവർത്തിക്കൽ. ചരിത്രം ഡി ഹറാം. 9. അള്ളാഹു തആലക്ക് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കൽ. ചരിത്രം എ ഷിർക്ക്. 10. ആന്തരികമായ ഖൈറാണ്. ചരിത്രം ബി ബർക്കത്ത്. 11. ഭൂമിയിൽ കൊള്ളയും കൊലയും നടത്തും. ചരിത്രം സി യൗജൂജ് മൗജൂജ്. EDA BC. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. അള്ളാഹു തആലയുടെ ഡാഷ് അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖദറും ഖല്ലാഉം. അള്ളാഹു തആലയുടെ ഖദറും ഖല്ലാഉം അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. 13. ഔലിയാക്കളിൽപ്പെട്ട ഡാഷ് ബിൽക്കിസ് റാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ആസഫ് ബിൻ ബർഖിയ. ഔലിയാക്കളിൽപ്പെട്ട ആസഫ് ബിൻ ബർഖിയ ബിൽക്കിസ് റാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവന്നു. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ചാൽ ഡാഷ് ഓതി ഊതുമായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് മുഅവിദാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗം ബാധിച്ചാൽ മുഅവിദാത്ത് ഓതി ഊതുമായിരുന്നു. 15. മന്ത്രം ആന്തരികമായ ഡാഷിൽ പെട്ടതാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഖൈരിൽ. മന്ത്രം ആന്തരികമായ ഖൈരിൽ പെട്ടതാണ്. 16. അള്ളാഹു തആലയുടെ വിധിയിൽ ഡാഷ് ആണ് സത്യവിശ്വാസിയുടെ കടമ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് സംതൃപ്തനാവൽ. അള്ളാഹു തആലയുടെ വിധിയിൽ സംതൃപ്തനാവലാണ് സത്യവിശ്വാസിയുടെ കടമ. 17. അള്ളാഹു തആലയുടെ ഡാഷ് സൃഷ്ടികളെ അനുസരിക്കൽ. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് നിർദ്ദേശങ്ങൾക്കെതിരായി.
അള്ളാഹു തആലയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി സൃഷ്ടികളെ അനുസരിക്കൽ. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. എല്ലാ നബിമാരും അവനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരെക്കുറിച്ച്? ഉത്തരം ദജ്ജാലിനെ. 19. ഈസ അലൈഹിസ്സലാമിനെ എവിടെയാണ് മറവ് ചെയ്യുക? ഉത്തരം ഖുദ്റത്തു ഷരീഫയിൽ. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് ചെന്ന് ആരാണ് മഴയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്? ഉത്തരം ബിലാൽ ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു. 21. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലും. എവിടെ വെച്ച്? ഉത്തരം ബാബുലുദ്ദിൽ വെച്ച്. 22. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ സഹവാസം വേണമെന്ന് ആവശ്യപ്പെട്ട സ്വഹാബി? ഉത്തരം റബീഅ റളിയല്ലാഹു അൻഹു. 23. വിഷമം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഉത്തരം ക്ഷമിക്കണം. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 24. അന്ത്യനാളിനെ കുറിച്ച് നമുക്ക് വിവരം ലഭിച്ചത് എങ്ങനെ? ഉത്തരം സത്യസന്ധനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. 25. അല്ലാഹു തആല അല്ലാത്തതിനെ ആദരിക്കൽ ശിർക്കും കുഫറുമാകും. എപ്പോൾ? സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന വിശ്വാസത്തോടെയോ ഇബാദത്തിന് അർഹതയുണ്ടെന്ന വിശ്വാസത്തോടെയോ അല്ലാഹു തആല അല്ലാത്ത വല്ലതിനെയും ആദരിച്ചാൽ അത് ശിർക്കും കുഫറുമാണ്. 26. ഇസ്തിഗാസയെക്കുറിച്ച് താജുദ്ദീൻ സുബ്കി എന്തു പറഞ്ഞു? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേന അള്ളാഹുവിലേക്ക് തവസ്സുലും ഇസ്തിഗാസയും തശഫുഉം നടത്താം. അത് നല്ല കാര്യമാണ്. 27. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളെ എന്ത് ചൊല്ലിയാണ് മന്ത്രിച്ചിരുന്നത്? ഉത്തരം അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. 28. അന്ത്യനാളിനോടനുബന്ധിച്ച് 3 ഹസ്ബുകൾ നടക്കും. എവിടെയെല്ലാം? ഉത്തരം 1 കിഴക്കും, 1 പടിഞ്ഞാറും, 1 ജസീറത്തുൽ അറബിലും. 29. മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ത്? ഉത്തരം ശാശ്വത സന്തോഷമാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം. 30. ആദരവ് 3 ഇനമാണ്. ഏതെല്ലാം? ഉത്തരം 1. അല്ലാഹു തആലയെ അനുസരിക്കൽ. 2. അല്ലാഹു തആലയുടെ നിർദ്ദേശങ്ങൾക്കെതിരായി സൃഷ്ടികളെ അനുസരിക്കൽ. 3. ശിർക്കും കുഫറുമായ അനുസരണം. 31. ആദരിക്കേണ്ട 4 വിഭാഗങ്ങളുടെ പേരെഴുതുക. ഉത്തരം 1 അമ്പിയാക്കൾ, 2 ഔലിയാക്കൾ, 3 ഉലമാക്കൾ, 4 ശുഹദാക്കൾ. 32. നന്മ സംഭവിക്കുന്നത് എങ്ങനെ? ഉത്തരം അല്ലാഹു തആലയുടെ നിശ്ചയവും തൃപ്തിയുമനുസരിച്ച്. 33. സഹായം തേടൽ ശിർക്കാകും. എപ്പോൾ? ഉത്തരം അല്ലാഹു തആലയല്ലാതെ മറ്റാരെങ്കിലും സ്വയം ഉപകാരമോ ഉപദ്രവമോ ചെയ്യുമെന്ന വിശ്വാസത്തോടെയോ ഇബാദത്തിന് അർഹതയുണ്ടെന്ന വിശ്വാസത്തോടെയോ സഹായം തേടിയാൽ അത് ശിർക്കാകും. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. ഇതിൽ ഒന്നാമത്തത് അന്ത്യനാൾ. അപ്പം നോക്കൂ, അന്ത്യനാൾ യഥാർത്ഥമാണ്. അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ ആദരിക്കുകയും ചെയ്തു. എല്ലാറ്റിനെയും അവനെ വിധേയമാക്കി കൊടുത്തു. അവൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ശാശ്വത സന്തോഷമാണത്. നരകത്തിൽ നിന്നുള്ള മോചനവും സ്വർഗവാസവും അവന് ലഭിക്കുക പരലോകത്താണ്. അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് അല്ലാഹു തആലക്ക് മാത്രമേ അറിയൂ. ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ. എന്നാൽ അതിനു മുമ്പ് ചില അടയാളങ്ങൾ ദൃശ്യമാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ 2 ഇനമാണ്. ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും. 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക എന്നതിൽ രണ്ടാമത്തത് ഖദ്ർ ഖലാ. അല്ലാഹു തആലയുടെ ഖദറും ഖലാവും അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. സർവശക്തനും സർവജ്ഞനുമായ അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. ജനനവും മരണവും ആരോഗ്യവും രോഗവും ഐശ്വര്യവും ദാരിദ്ര്യവുമെല്ലാം അവൻ്റെ ഖദർ അനുസരിച്ചാണ് സംഭവിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം നമുക്കറിയണമെന്നില്ല. നല്ലത് സംഭവിക്കുമ്പോൾ നന്ദി ചെയ്യുക, വിഷമം ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുക, അല്ലാഹു തആലയുടെ വിധിയിൽ സംതൃപ്തനാവുക. ഇതാണ് വിശ്വാസിയുടെ കടമ. കുട്ടിക്ക് മരുന്ന് നൽകുന്ന രക്ഷിതാവ് കുട്ടിയുടെ ക്ഷേമമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ
കുട്ടിയുടെ ദൃഷ്ടിയിൽ അത് ഉപദ്രവമാണ്. ഖദറിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ്. നന്മ അല്ലാഹു തആലയുടെ നിശ്ചയവും തൃപ്തിയും അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. തിന്മ അവൻ്റെ ഖദർ അനുസരിച്ചും തൃപ്തിയില്ലാതെയുമാണ് സംഭവിക്കുന്നത്. അല്ലാഹു തആല നന്മയും തിന്മയും വിവരിച്ചു തന്നു. അതിൻ്റെ പ്രതിഫലവും വ്യക്തമാക്കി. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകി. അതിനാൽ നന്മ തിരഞ്ഞെടുത്താൽ കൂലിയും തിന്മ തിരഞ്ഞെടുത്താൽ ശിക്ഷയും ലഭിക്കുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.